തൃശ്ശൂർ പൂരം അലങ്കോലമാക്കിയതുമായി ബന്ധപ്പെട്ടിട്ട് മൂന്ന് തല അതായത് ത്രിതല അന്വേഷണത്തിനാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉത്തരവിട്ടിരിക്കുന്നത്. നമുക്കറിയാം, തൃശ്ശൂർ പൂരം കലങ്ങിയതിനെക്കുറിച്ച് അല്ലെങ്കിൽ തൃശ്ശൂർ പൂരം നമുക്ക് ഒഴിവാക്കപ്പെടേണ്ട കുറേ സാഹചര്യങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രി 1930 മുതലുള്ള ചരിത്രം വെച്ചിട്ട് അദ്ദേഹം പറയുകയുണ്ടായി. തൃശ്ശൂർ പൂരം എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഒഴിവാക്കേണ്ടി വന്നു, ചിലത് ചടങ്ങുകൾ മാത്രമാക്കി. നമുക്കറിയാം, നമ്മുടെ ഗാന്ധിജി മരണപ്പെട്ട സമയം, രക്തസാക്ഷിത്വം വഹിച്ച ആ ദിവസം അല്ലെങ്കിൽ ആ ഒരു വർഷം ഈ പറയുന്ന പോലെ തൃശ്ശൂർ പൂരം നടത്തിയിട്ടില്ല എന്ന് പറയുന്നു. അതോടൊപ്പം ചില പാൻഡമിക്കുകൾ നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ സംസ്ഥാനത്തെ കാർന്നു തിന്നുന്ന ഒരു സാഹചര്യത്തിൽ പലപ്പോഴും തൃശ്ശൂർ പൂരം ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു. ഇതെല്ലാം മനഃപൂർവമായ ഇടപെടൽ അല്ലെങ്കിൽ ഒരു ദേവസ്വം ബോർഡ് അധികാരികളുടെ ഇടപെടലോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരു ഇടപെടലോ ഒന്നും ആയിരുന്നില്ല. അതൊക്കെയും സംഭവിച്ചത് ആ സമയത്തുണ്ടായ മനുഷ്യൻ്റെ ഇടപെടലല്ലാതെ നടന്ന ചില സംഭവങ്ങളുടെ പിൻബലത്തിലാണ് ഇതിനെ പലപ്പോഴും പൂരത്തെ ഒരു ചടങ്ങ് മാത്രമായി നടത്തിയത് എന്നാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ അന്വേഷണം പുറത്തു വരുമ്പോൾ, അന്വേഷണത്തിന് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇനി എന്തൊക്കെ കാര്യങ്ങളിലാണ് നമ്മളെപ്പോലുള്ള ഒരു സാധാരണക്കാരന് ഈ ഒരു വിവരം ലഭിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പായി നമുക്കറിയാം എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഈ പൂരം കലങ്ങിയതുമായി ബന്ധപ്പെട്ട് വീണ്ടും ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടത് എന്നുള്ളത് നമുക്കറിയാം. അതായത് അന്ന് അന്വേഷണ ചുമതല കൊടുത്തിരുന്നത് ADGP MR അജിത് കുമാറിനായിരുന്നു. അതേസമയം MR അജിത് കുമാറിൻ്റെ റിപ്പോർട്ടിൽ വേണ്ട രീതിയിലുള്ള സമഗ്രമായ ഒരു അന്വേഷണം നടന്നിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ ആ റിപ്പോർട്ടിനെ പാടെ തള്ളിക്കളഞ്ഞുകൊണ്ട് പുതിയ ഒരു അന്വേഷണ സംഘത്തെ, 3 അന്വേഷണ സംഘത്തെ നിയോഗിച്ചുകൊണ്ടാണ് അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് DGPയുടെ നേതൃത്വത്തിലുള്ള DGP ദർവേഷ് സാഹിബിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്റലിജൻസ് ADGPയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. അതായത് മനോജ് എബ്രഹാമിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. അതോടൊപ്പം ക്രൈംബ്രാഞ്ച് ADGP ആയിട്ടുള്ള H വെങ്കടേഷിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണവും നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് ഏകദേശം 1 മാസത്തിനുള്ളിൽ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് കിട്ടേണ്ട ഔട്ട്പുട്ടുകൾ എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ഗൂഢാലോചന ഇത് ഉണ്ടാവണം. അതായത് എങ്ങനെയാണ് പൂരം കലങ്ങാനുള്ള ഒരു കാരണം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ പൂരം കലക്കാനുള്ള ഒരു കാരണം, ആ കാരണത്തിന് വേണ്ടി എത്ര നാളുകൊണ്ട് ആരൊക്കെ ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തു. അതായത് നമുക്കറിയാവുന്നതുപോലെ തന്നെ സുരേഷ് ഗോപി അടക്കമുള്ള അല്ലെങ്കിൽ സുരേഷ് ഗോപി ആ സംഭവ സ്ഥലത്തേക്ക് എത്തിയത് വലിയ വിവാദമായി മാറിയിരുന്നു. അതുകൊണ്ട് തന്നെ BJP RSS സംഘത്തിന് അല്ലെങ്കിൽ സംഘപരിവാർ സംഘങ്ങൾക്ക് എത്രത്തോളം ഇതിനകത്ത്, അതായത് പൂരം കലക്കുന്നതുമായി ബന്ധപ്പെട്ട് പങ്കുണ്ട് എന്നുള്ള കാര്യത്തിൽ അന്വേഷണം നടക്കണം. ഇവർ ഏത് തരത്തിലുള്ള ഗൂഢാലോചന ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടോ? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു അന്വേഷണം നടക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ പൂരം കലക്കുക എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രം വിചാരിച്ചാൽ കലങ്ങുന്ന ഒന്നല്ല പൂരം. അപ്പം അതിന് അതായത് 2 തിരുവമ്പാടിയും പാറമേക്കാവ് 2 ദേവസ്വം ബോർഡുകളുണ്ട്. അപ്പോൾ ഈ ദേവസ്വം ബോർഡുകളിൽപ്പെട്ട അധികാരികൾക്ക് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് എന്തെങ്കിലും തരത്തിൽ ഇതിനകത്ത് പങ്കുണ്ടോ? അതായത് ഈ പൂരം കലക്കാൻ വേണ്ടി ഒരു സംഘടന അല്ലെങ്കിൽ കുറേയധികം വ്യക്തികൾ ചേർന്ന് തീരുമാനം എടുത്തിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ സർക്കാർ തലത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു CPM ആണെങ്കിലോ BJP ആണെങ്കിലോ ഏതെങ്കിലും ഒരു സംഘടന അങ്ങനെ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ അതിന് എന്തെല്ലാം ഒത്താശയാണ് ഈ പറയുന്ന തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം ചെയ്തു കൊടുത്തത് എന്നുള്ള കാര്യത്തെക്കുറിച്ചും വ്യക്തമായ ഒരു അന്വേഷണം നടക്കേണ്ടതുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ സംഘപരിവാറിൻ്റെ ഇടപെടൽ, അപ്പം ഏറ്റവും ഒടുവിലാണ് സംഘപരിവാറിൻ്റെ ഇടപെടലിനെ കുറിച്ച് അന്വേഷണം വരുന്നത്. കാര്യം ആദ്യം ഗൂഢാലോചന സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തണം. തുടർന്ന് ഈ പറയുന്ന പോലെ ഏതൊക്കെ സംഘങ്ങൾ ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുണ്ട്, CPM ആണോ, BJP ആണോ, കോൺഗ്രസ് ആണോ, ഈ പറയുന്ന RSS ആണോ, ഇനി അതല്ല ഈ പറയുന്ന ഉദ്യോഗസ്ഥ തലത്തിലുള്ളവരാണോ, തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഗൂഢാലോചനയിൽ ഉൾപ്പെടുന്നത്. പിന്നീട് ഇവർക്ക് വേണ്ട രീതിയിൽ ഒരു ഒത്താശ ചെയ്തു കൊടുത്ത് ആരൊക്കെ ഉണ്ടെന്നുള്ള ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെ ദേവസ്വവുമായി ബന്ധപ്പെട്ട്. പിന്നെ 3ാമത്തെ കാര്യത്തിൽ മാത്രമാണ് സംഘപരിവാർ ആണോ ഇതിന് നേതൃത്വം കൊടുത്തത് എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം സംഘപരിവാർ നേതൃത്വം കൊടുത്തു എന്നുള്ളതിനെ നമുക്ക് സംശയിക്കേണ്ട ചില കാര്യങ്ങൾ അവിടെയുള്ളത്. ഒന്ന്, സുരേഷ് ഗോപി അതിവേഗം അവിടെ ഒരു ആംബുലൻസ്, സേവാഭാരതിയുടെ ആംബുലൻസ് ഉപയോഗിച്ച് സംഭവ സ്ഥലത്ത് എത്തുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം വത്സൻ തില്ലങ്കേരി എന്ന് പറയുന്ന RSS നേതാവ് അവിടെ ഉണ്ടായിരുന്നതും ഈ പറയുന്ന പൂരം കലങ്ങലിന് എത്രത്തോളം ഒരു സാധ്യത വർദ്ധിപ്പിച്ചു എന്നുള്ളത് സംബന്ധിച്ചുമാണ് RSSൻ്റെ ബന്ധങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം നടത്തേണ്ടത്. കാര്യം അവിടെ മന്ത്രിമാരാരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉടനെ അവിടെ ഒരു പ്രശ്നം സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ ഒരു കരിങ്കൊടി കാണിക്കുന്ന അടക്കമുള്ള പ്രതിഷേധ പദ്ധതികൾക്ക് ഇവർ രൂപം നൽകിയിരുന്നു എന്നുള്ള കാര്യം ഈ കഴിഞ്ഞ ദിവസം VS സുനിൽകുമാർ ആരോപണമായി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ അന്വേഷണം കൃത്യമായി നടക്കുക എന്നുള്ളതാണ്.
അതോടൊപ്പം തന്നെ ഈ ഒരു പൂരം കലങ്ങുന്നതിന് വേണ്ടി ADGP MR അജിത് കുമാറിന് എത്രത്തോളം പ്രാധാന്യമുണ്ടായിരുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ എന്ത് പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ DGPയെ നിയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ക്രൈംബ്രാഞ്ച് ആയിരിക്കും ഈ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള, പൂരം അലങ്കോലം ആക്കിയതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൻ്റെ മേൽനോട്ടം വഹിക്കുക. അതോടൊപ്പം തന്നെ ഇൻ്റലിജൻസ് വിഭാഗത്തിൻ്റെ അന്വേഷണവും അവിടെ ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഈ DGPയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണം ഉണ്ടാകും. അപ്പം ഈ DGP നേരിട്ട് എന്തുകൊണ്ട് അന്വേഷിക്കുന്നു എന്നുള്ളൊരു ചോദ്യം അവിടെയുണ്ട്. എന്തുകൊണ്ട് മറ്റ് ഈ ADGPയിൽ താഴെ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നില്ല എന്നുള്ളൊരു സാധനം. അപ്പോൾ അവിടെ തീർച്ചയായും ഒരു ADGPക്കെതിരായിട്ടാണ് ആരോപണം വന്നിരിക്കുന്നത്. ADGP നിരന്തരം ഈ പറയുന്ന ആൾക്കാരെ കണ്ടിരുന്നു. ഈ ഓഗസ്റ്റ് മാസത്തിൽ തന്നെ വത്സൻ തില്ലങ്കേരിയുമായി കൂടിക്കാഴ്ച നടത്തി. അതിനു മുൻപ് തന്നെ ദത്താത്രേയ ഹൊസവാലയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് എന്തിനായിരുന്നു ഈ കൂടിക്കാഴ്ച, എന്ത് തരത്തിലുള്ള ഗൂഢാലോചനയാണ് നടപ്പിലാക്കിയത് എന്നുള്ള കാര്യത്തിലുമൊക്കെ അന്വേഷണം നടത്തേണ്ടതുണ്ട്. അപ്പോൾ പ്രധാന പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾ ADGP MR അജിത് കുമാറാണ്. അപ്പോൾ ഇതിൻ്റെ താഴത്തെ റാങ്കിലുള്ള ആർക്കെങ്കിലും അന്വേഷണ ചുമതല കൊടുത്തു കഴിഞ്ഞാൽ ADGPക്ക് സുഖമായി ആ അന്വേഷണത്തെ അട്ടിമറിക്കാനുള്ള ഒരു കഴിവുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാധ്യത അവിടെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് DGP നേരിട്ട് അന്വേഷണ ചുമതല വഹിക്കുന്നത്. പക്ഷേ ഇപ്പോഴും അങ്ങനെയാണെങ്കിൽ പോലും ഈ താഴെയുള്ള ഉദ്യോഗസ്ഥരുടെ എല്ലാം ഒരു സഹകരണം ഈ ഒരു അന്വേഷണം പൂർണ്ണമാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ DGPക്ക് ആവശ്യമായി വരികയും ചെയ്യും. അവിടെ എത്രത്തോളം സ്വാധീനം ADGPക്ക് ചെലുത്താൻ കഴിയും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഒരു സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ ഇനി സുരേഷ് ഗോപിക്ക് ഏതെങ്കിലും തരത്തിൽ ഇതിനകത്ത് പങ്കുണ്ടോ എന്നുള്ള തരത്തിൽ, അതാണ് സംഘപരിവാറിൻ്റെ ബന്ധം എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷണം വരുന്നത്. അപ്പം അതോടൊപ്പം തന്നെ ഈ സുരേഷ് ഗോപി അവിടെ വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളൊരു വലിയ ഉത്തരവാദിത്വം BJPയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വരാഹി അനലറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി, ഒരു PR കമ്പനി അവിടെ പ്രവർത്തിച്ചിരുന്നതായിട്ടുള്ള വിവരം ഉണ്ടായിരുന്നു. ഈ വരാഹിയുമായി MR അജിത് കുമാർ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു തുടങ്ങിയ കാര്യങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഈ വരാഹി അനലറ്റിക്സ് എന്തിനാണ് PR വർക്ക് നടത്തിയത്, ഏതൊക്കെ തരത്തിലുള്ള PR വർക്കുകളാണ് അവിടെ നടത്താൻ വരാഹി അനലറ്റിക്സ് തീരുമാനിച്ചിരുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചും അന്വേഷണം വരണം. തീർച്ചയായും സുരേഷ് ഗോപി അവിടെ ഈ പറയുന്ന രീതിയിൽ വരാഹി അനലറ്റിക്സിൻ്റെ നിർദ്ദേശപ്രകാരം ഈ പറയുന്ന ഒരു ആംബുലൻസിൽ കയറി അവിടെ വരാൻ സുരേഷ് ഗോപി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇത്രയും വലിയ പദ്ധതി വരാഹി അനലറ്റിക്സിൻ്റെതായിരുന്നുവെങ്കിൽ തീർച്ചയായും പൂരം കലക്കുന്ന കാര്യത്തിൽ വരാഹിക്ക് പങ്കുണ്ടായിരിക്കും എന്ന് തന്നെയാണ് നമ്മൾ അനുമാനിക്കേണ്ടത്. അപ്പം അത്തരം തുടങ്ങിയ അന്വേഷണങ്ങൾ ആണ് നമുക്കൊരു ഫലപ്രദമായ മറുപടി നമുക്ക് വേണ്ടത്. അതോടൊപ്പം തന്നെ അന്ന് എല്ലാവരും പറഞ്ഞു പരത്തിയിരുന്ന ഈ ദേവസ്വം അടക്കം പറഞ്ഞ് പരത്തിയിരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന അങ്കിത് അശോക് എന്ന് പറയുന്ന ജില്ലാ കളക്ടർക്കാണ് ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും. ആ ജില്ലാ കളക്ടർ നേരിട്ട് ഇടപെട്ടിട്ടാണ് ഈ പല കാര്യങ്ങളിലും അവിടെ തടഞ്ഞു വെച്ചതും. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് പൂരം അലങ്കോലമാക്കിയത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അന്ന് വന്ന സാഹചര്യത്തിൽ ഈ പറയുന്ന അങ്കിത് അശോകിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ പറയുന്ന അങ്ങനെയാണെങ്കിൽ ആരുടെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹത്തെ അവിടെ നീക്കം ചെയ്തു? അപ്പോൾ ഇങ്ങനെ നീക്കം ചെയ്ത സാഹചര്യത്തിൽ ഈ ജില്ലാ കളക്ടറുടെ മേൽ പഴി വന്ന സാഹചര്യത്തിൽ ഇനി ആരുടേതായിരുന്നു ആ നിർദ്ദേശം? ഇന്ന പൂരസ്ഥലത്ത് അല്ലെങ്കിൽ പൂര നഗരിയിൽ ഇന്ന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണം തുടങ്ങിയ കാര്യങ്ങൾ ആരുടെ നിർദ്ദേശമായിരുന്നു എന്നുള്ള കാര്യത്തിലും കൃത്യമായ ഒരു അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള അന്വേഷണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ പൂരം അലങ്കോലമാക്കിയതിൽ എത്രത്തോളം ADGPക്ക് പങ്കുണ്ട്, സംഘപരിവാറിന് പങ്കുണ്ട്, വരാഹി അനലറ്റിക്സ് എന്ന് പറയുന്ന PR കമ്പനിക്ക് പങ്കുണ്ട്, ഈ 3 കാര്യങ്ങളിലും ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. എന്തായിരുന്നാലും 1 മാസത്തെ സമയമാണ് അന്വേഷണ സംഘത്തിന് മുഖ്യമന്ത്രി അനുവദിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ പൂർണ്ണമായ ഒരു ചിത്രം കിട്ടാൻ വേണ്ടി, ആരാണ് ഇതിലെ യഥാർത്ഥ കൾപ്രിറ്റ് എന്നുള്ള നിലയിലുള്ള ഒരു ഉത്തരം കിട്ടാൻ വേണ്ടി നമുക്ക് 1 മാസം കാത്തിരുന്നേ മതിയാകൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.